അബ്ദുള്ളക്കുട്ടി ഉണ്ട്. അബ്ദുള്ളക്കുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ദയവായി തുടരുക അനിൽ ബോസ്. ശ്രീ അബ്ദുള്ളക്കുട്ടി, ബി ജെ പി നേതാവ് അബ്ദുള്ളക്കുട്ടി, ഇതൊരു ഷോയാണ്. ആത്മവിശ്വാസക്കുറവിൽ നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം ധ്യാനവും മറ്റുമായുള്ള കാര്യങ്ങളെന്നാണ് കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസ് പറയുന്നത്. പക്ഷേ അവർ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു, ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞ്. എന്താണ് പ്രതികരണം? ശ്രീ അബ്ദുള്ളക്കുട്ടി, കേൾക്കാമോ? നരേന്ദ്രമോദി ഒരു നല്ല വിശ്വാസിയാണ്. അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയത്തില് വരുന്നതിന് മുമ്പ് ഹിമാലയത്തിലും അതുപോലെ രാജ്യത്തിന്റെ ആത്മീയ കേന്ദ്രങ്ങളിലെല്ലാം യാത്ര ചെയ്ത ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. ധ്യാനത്തിലിരിക്കുന്നത് അതിനെ പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും നമ്മുടെ പാരമ്പര്യത്തോടും നമ്മുടെ സംസ്കാരത്തോടും ചെയ്യുന്ന ഒരു നിന്ദയായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു സമ്പ്രദായത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ഇത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പൊതുവെ കാണിക്കുന്ന, ഇപ്പോൾ അവര് സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത് അത് ഡെങ്കിപ്പനി പോലെ ഉന്മൂലനം ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയുണ്ടായി. അതുപോലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ ബഹിഷ്കരിക്കുക മാത്രമല്ല, അതിനെ പുച്ഛിച്ച് തള്ളുക കൂടി ചെയ്തു. ഇതിന്റെയൊക്കെ ഭാഗമായി ഒരുപക്ഷെ പക്വതയില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ അത് വിവാദമാക്കേണ്ട ഒരു ആവശ്യവുമില്ല. താങ്കൾ യാത്രയിലാണ് എന്ന് തോന്നുന്നു. അതെ, ഞാൻ ട്രെയിനിലാണ്. ശരി, എന്തായാലും നന്ദി പ്രതികരിച്ചതിന്.